ജീവിതത്തിൽ ഇതുവരെ പുറത്തു പറയാത്ത പല അവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ചില സെലിബ്രിറ്റികളുണ്ട്. ചെറുപ്പം മുതലേ ക്ലോസ്ട്രോഫോബിയ എന്ന അവസ്ഥയെ അഭിമുഖീകരിക്കുന്ന സൗഭാഗ്യ വെങ്കിടേഷ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നു. താരകല്യാണും മകൾ സൗഭാഗ്യ വെങ്കിടേഷും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സൗഭാഗ്യ. മറ്റൊന്നുമല്ല, ഒരു MRI സ്കാനിങ് എടുക്കാൻ പോയതാണ് വിഷയം. അസുഖം എന്താണ് എന്നതിനേക്കാൾ MRI സ്കാനിങ് താൻ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നതാണ് വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നത്. അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിൽ ചില പ്രശ്നങ്ങളും കാരണമാണ് ഡോക്ടറെ സമീപിച്ചത്. അതിനുശേഷം MRI സ്കാൻ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ MRI സ്കാൻ എന്താണ്, എങ്ങനെയാണ് എടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ സൗഭാഗ്യയ്ക്ക് ടെൻഷനായിരുന്നു. കാരണം സൗഭാഗ്യ ഒരു ക്ലോസ്ട്രോഫോബിയ പേഴ്സണാണ്. ക്ലോസ്ട്രോഫോബിയ എന്നത് എന്താണെന്ന് താരം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അടച്ചിട്ട ചെറിയ മുറികളിൽ ഇരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ. ചെറുപ്പത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രോമയുള്ളവർക്കാണ് ഇത് കണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്നതായും ആകെ തളർന്നു പോകുന്നതായും ഒക്കെ തോന്നാം. പേടിയാണ് അടിസ്ഥാനപരമായി പ്രശ്നം. ചെറുപ്പം മുതലേ താൻ അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സൗഭാഗ്യ പറയുന്നു. ബാത്റൂമിൽ പോലും അടച്ചിട്ട് ഇരിക്കാൻ കഴിയില്ല. റൂമിൻ്റെ കതക് അടച്ചിട്ട് ബാത്റൂമിൻ്റെ കതക് തുറന്നിടുകയാണ് ചെയ്യാറുള്ളത്. അത്രയും മോശമായ അവസ്ഥയിലൂടെ പോകുന്ന തന്നെ സംബന്ധിച്ച് MRI സ്കാനിങ് ഒരു ഗുഹയുടെ ഉള്ളിലെന്ന പോലെയുള്ള സ്കാനിങ് മെഷീൻ്റെ ഉള്ളിലേക്ക് പോകുക എന്ന് പറയുന്നത് കൊല്ലാൻ പോകുന്നതിന് സമമായിരുന്നു. സ്കാനിങ് സെന്ററിലെ ആളുകളും ഭർത്താവ് അർജുനും തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണയും നൽകി. പക്ഷേ 4 മണിക്കൂർ അതിനുള്ളിലുള്ള അവസ്ഥ അതികഠിനമായിരുന്നു. അച്ഛൻ്റെ അവസാന കാലവും അമ്മൂമ്മയെ അതിനുള്ളിലേക്ക് കയറ്റിയതുമൊക്കെയാണ് ഓർമ്മ വന്നത്. അതിനുള്ളിൽ കയറിയത് മുതൽ താൻ ഏങ്ങി കരയുകയായിരുന്നു എന്നും സൗഭാഗ്യ പറയുന്നു. അസുഖം എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം MRI സ്കാനിങ് റിസൾട്ട് വന്നതിന് ശേഷം പറയാം എന്നാണ് സൗഭാഗ്യ പറയുന്നത്.